ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് സെക്ഷൻസിൻ്റെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഷേപ്പ് ഫാക്ടർ ഓഫ് വേരിയസ് സെക്ഷൻസ്. ആദ്യം നമുക്ക് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്യാം. റെക്റ്റാങ്കുലർ സെക്ഷൻ അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ സെക്ഷൻ വരയ്ക്കാം. റെക്റ്റാങ്കിൾ സെക്ഷൻ. ഓക്കെ, ഇത് വിഡ്ത്ത് ബി, അതേപോലെ ഇത് ഡെപ്ത്ത് ഡി. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ഒരു സെക്ഷനിൽ ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, ഡിഫോർമേഷൻ ഉണ്ടാവും ആണല്ലോ. അപ്പോൾ ഡിഫോർമേഷൻ ഉണ്ടാവുമ്പോൾ എന്താവും, ആ പാർട്ടിലെ ആ സെക്ഷനിലെ ഫൈബേഴ്സ് ഈൽഡ് ആവും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴത്തേക്കുള്ള ഈൽഡ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാമാണ് ഞാൻ ഇനി വരയ്ക്കുന്നത്. ഓക്കെ, അതായത് ഈ ട്രയാങ്കുലർ സെക്ഷൻ്റെ ഈൽഡായിട്ടുള്ള ഡയഗ്രാം ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് FY, നമ്മുടെ ഈൽഡ് സ്ട്രെസ് FY. ഓക്കെ, ഇത് ഇത്രയെന്ന് പറയുന്നത് എന്താണ്, D/2 ആണ്. ഇത് D/2 ആണ്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെ വരും, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഡയഗ്രാം FY. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നതായിരിക്കും നമ്മുടെ, അത് ഞാൻ പറയാം. ഓക്കെ, ലേറ്റർ ഞാൻ പറയാം എന്താണുള്ളത്. അപ്പോൾ നമുക്കറിയാം ഷേപ്പ് ഫാക്ടറിൻ്റെ ഫോർമുല. എന്താണ് ഷേപ്പ് ഫാക്ടറിൻ്റെ ഫോർമുല? ഷേപ്പ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ZP/ZE, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ടു ദ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ZP നമുക്കറിയാം എന്താണ്. ZP എന്ന് പറയുന്നത് A/2 ഇൻറ്റു Y1 ബാർ പ്ലസ് Y2 ബാർ. അപ്പോൾ ഈ Y1 ബാർ എന്ന് പറയുന്നതാണ് ഇതാണ് നമ്മുടെ Y1 ബാർ. ഓക്കെ, അതേപോലെ Y2 ബാർ എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ ആണോ? അതായത് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്നും കൺസിഡർ ചെയ്യുന്ന സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. ഓക്കെ, ആ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസ് തൊട്ട് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് Y1. അതേപോലെ ഇതെന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിൻ്റെ താഴെ, ഇത് കംപ്രഷൻ സൈഡും ഇത് ടെൻഷൻ സൈഡും ആണല്ലോ. അപ്പോൾ കംപ്രഷൻ സൈഡിൻ്റെ അവിടുത്തേതാണ് Y1, ടെൻഷൻ സൈഡിൻ്റെ അവിടുത്തെ Y2. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്താണ്, റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ ടോട്ടൽ ഏരിയ എന്താണ്, B ഇൻറ്റു D ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു B ഇൻറ്റു D ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു Y1 ബാർ എന്ന് പറയുന്നത് എന്താണ്, Y1 ബാർ എന്ന് പറയുന്നത് D/2 ആണ്. അപ്പോൾ D/4. ഇത് ഇത്രയും D ആണല്ലോ, ഇത് ഇത്രയും D/2 ആണല്ലോ. അപ്പോൾ D/2ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്, D/4 ആണ്. അപ്പോൾ D/4 പ്ലസ് Y2 ബാറും അതുപോലെ തന്നെ. ഇതല്ല കേട്ടോ, ഇവിടെ അല്ല കേട്ടോ, ഞാൻ കാണിച്ച തെറ്റാണ്, ഇവിടെയാണ്. ഇതാണ് Y2 ബാർ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് D/4. അപ്പോൾ നമുക്ക് ZP എങ്ങനെ കിട്ടും, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് BD²/4 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ZP കിട്ടി. ഇനി നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ZE വേണം. ZE എന്താണ്, ഫോർമുല എന്ന് പറയുന്നത് I/Ymax ആണ്. I/Ymax. അപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷനിൽ സെൻട്രോയിഡിൽ നിന്ന് അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ I വാല്യൂ എന്താണ്,
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുവാണ് BD³/12 ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് BD³/12 ഡിവൈഡഡ് ബൈ y max എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡെപ്ത്. ഇതിപ്പോൾ സിമെട്രിക്കൽ ആണല്ലോ. സിമെട്രിക്കൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹോൾ ഡെപ്തിൻ്റെ ഹാഫ്. അപ്പോൾ D/2 ആണ് നമ്മുടെ y max എന്ന് പറയുന്നത്. D/2. ഓക്കെ ആണല്ലോ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് BD²/6 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിനി എസ് കണ്ടുപിടിക്കാമല്ലോ. എസ് എന്ന് പറയുന്നത് ZP/ZE. ZP നമുക്ക് കിട്ടിയത് BD²/4 ഡിവൈഡഡ് ബൈ ZE എന്ന് പറയുന്നത് BD²/6. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1.5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഷേപ്പ് ഫാക്ടർ ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. ഇതൊക്കെ ഫിക്സ്ഡ് വാല്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് സർക്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. അതിൻ്റെ കറസ്പോണ്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മൊമെൻ്റ് ഡയഗ്രാം ടു സ്ട്രെസ് നമുക്ക് വരയ്ക്കാം. അതെങ്ങനെ വരും? ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, FY. ഇത് കംപ്രഷൻ സോണിൻ്റെതും കംപ്രഷൻ സൈഡും ടെൻഷൻ സൈഡും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സെൻട്രോയിഡൽ പോയിൻ്റാണിത്. ഓക്കെ, ഇതാണ് ഡയമീറ്റർ. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് D/2, അതായത് നമ്മുടെ റേഡിയസ്. ഓക്കെ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A1 A2. ഇതാണ് നമ്മുടെ y1 ബാർ എന്ന് പറയുന്നത്. അതേപോലെ ഇതാണ് y2 ബാർ. ഓക്കെ, ഇപ്പോൾ ഷേപ്പ് ഫാക്ടറിൻ്റെ ഫോമുല നമുക്കറിയാമല്ലോ. എന്താണ്? ZP/ZE ആണല്ലോ. അപ്പോൾ ZP എന്ന് പറയുന്നത് എന്താണ്? A/2 ഇൻറ്റു y1 ബാർ പ്ലസ് y2 ബാർ. അപ്പോൾ ഇവിടെ A എന്താണ്? A എന്ന് പറയുന്നത് ഹോൾ സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ എന്താണ് ഏരിയ? πr² ആണല്ലോ. അപ്പോൾ πr² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്നും ഈ സെക്ഷൻ്റെ ഇത്ര ഏരിയയുടെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4r/3π ആണ്. ഓക്കെ, ഈ സർക്കുലർ സെക്ഷൻ വരുന്ന കേസസിൽ ഈ y1 ബാർ എന്ന് പറയുന്നത് 4r/3π ആണ്. അതേപോലെയാണ് y2 ബാറും. ഓക്കെ, 4r/3π ആണ്. ഓക്കെ, അപ്പോൾ y1 ബാർ എന്ന് പറയുന്നത് എന്താണ്? 4r/3π പ്ലസ് y2 ബാറും 4r/3π. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് D³/6 കിട്ടും. ഓക്കെ, ഈ D എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഈ ആറിൻ്റെ അവിടെ നമ്മൾ എന്താ ചെയ്യും? D/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ആറിൻ്റെ അവിടെ D/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ZP എന്ന് പറയുന്നത് D³/6 ആണ് കിട്ടുന്നത്. ഇനി ZE എന്ന് പറയുന്നത് എന്താണ്? I/y max ആണ്. ഓക്കെ, അപ്പോൾ I എന്താണ്? I എന്ന് പറയുന്നത് πD⁴/64 ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐൻ്റെ വാല്യൂസൊക്കെ. അപ്പോൾ സർക്കുലർ സെക്ഷനിൽ I വാല്യൂ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് πD⁴/64 ആണ്. അപ്പോൾ πD⁴/64 ഡിവൈഡഡ് ബൈ y max. y max എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഹാഫ് ആണല്ലോ. ഇതാണ് ഹാഫ്, അതായത് D/2 ആണ്. y max എന്ന് പറയുന്നത് D/2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് πD³/32 ആണ് കിട്ടുന്നത്. ഇനി ZPയും ZEയും നമുക്കറിയാലോ. ഇനി ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ. S = D³/6 ഡിവൈഡഡ് ബൈ ഇത് πD³/32. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു
വാല്യൂ കിട്ടും 1.7. ഇതാണ് 1.7 ആണ് സർക്കുലർ സെക്ഷനിന് വരുന്ന ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും 2 സെക്ഷനും കൂടി ഉണ്ട്, ട്രയാങ്കുലർ സെക്ഷൻ ഓൾസോ ഡയമണ്ട് സെക്ഷൻ. ട്രയാങ്കുലർ സെക്ഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ സെക്ഷനാണ്. ട്രയാങ്കുലർ സെക്ഷൻ അപ്പോൾ അത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്, ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം. ഓക്കെ, ഇത് സെയിം രീതിയിൽ വേണം വരാൻ കേട്ടോ, എക്സാമിനൊക്കെ ഇങ്ങനെ ചെയ്യാവൂ. ഇത് FY, ഇത് FY. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈറ്റ് H. ഇതെന്ന് പറയുന്നത് H1. ഓക്കെ, ഇത് H1 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് B1. അതായത് ഇതിപ്പം നമ്മൾ ന്യൂട്രൽ ആക്സിസ് വെച്ച് സ്പ്ലിറ്റ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ, കംപ്രഷൻ സോണും ടെൻഷൻ സോണുമായിട്ട്. അപ്പോൾ ഇത്ര പോർഷൻ്റെതാണ് നമ്മൾ ഇവിടെ നെയിം ചെയ്തിരിക്കുന്നത്, B1 ഉം H1 ഉം. അപ്പോൾ ഇതിൻ്റെതാകുമ്പോൾ H ഉം B യും ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് Y1 ബാറും Y2 ബാറും ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ Y1 ബാർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതേപോലെ ഇതാണ് നമ്മുടെ Y2 ബാർ എന്ന് പറയുന്നത്, Y2 ബാർ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഷേപ്പ് ഫാക്ടർ എസ് എന്ന് പറയുന്നത് ZP/ZE. ഓക്കെ, അപ്പോൾ ZP എന്ന് പറയുന്നത് എന്താണ്? ZP എന്ന് പറയുന്നത് A/2 ഇൻറ്റു Y1 ബാർ പ്ലസ് Y2 ബാർ. ഓക്കെ, ഇവിടെ ഇപ്പം ഇങ്ങനത്തെ കേസ് ആയതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ B1 എന്താണ്, H1 എന്താണെന്ന് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ടേ നമുക്ക് Y1 ബാറും Y2 ബാറും നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, ആദ്യം നമുക്കതുകൊണ്ട് B1 ഉം H1 ഉം എത്രയാണെന്നുള്ളത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ട്രയാങ്കിളും ഈ സ്മോൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? B/H = B1/H1 ആയിട്ട് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് B1 എങ്ങനെ എഴുതാം? B1 എന്ന് പറയുന്നത് B/H × H1. ഓക്കെ ആണോ? ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ഇനി നെക്സ്റ്റ് ഏരിയ അണ്ടർ കംപ്രഷൻ. ഈക്വൽ ടു, അതായത് കംപ്രഷൻ സോണിൽ വരുന്നത്. കംപ്രഷൻ സോണിൽ വരുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു H1 ഇൻറ്റു B1 ഓർ B1 ഇൻറ്റു H1 ആണല്ലോ. അപ്പോൾ ഏരിയ അണ്ടർ കംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അണ്ടർ കംപ്രഷൻ അതായത് ഇതിൻ്റെ ഏരിയ ആണ്, അതായത് നമ്മുടെ ഹോൾ ഏരിയയുടെ പകുതിയാണ് ഇത് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ A/2 എഴുതുക. അതായത് A/2 ഈക്വൽ ടു ആണ് ഹാഫ് ഓഫ് B1 ഇൻറ്റു H1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ A എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B1 ഇൻറ്റു H1. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് BH ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? BH ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B1 ഇൻറ്റു H1 കിട്ടും നമുക്ക്, ആണല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്തുവാണ് B1 കിട്ടിയത്? B1 എന്ന് പറയുന്നത് B/H ഇൻറ്റു H1 ആണ്. ഇനി ഇത് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? BH/4 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് B1. B1 എത്രയാണ് കിട്ടിയത്? B/H ഇൻറ്റു H1 ഉണ്ട്,
അതേപോലെ ഇവിടെയും ഒരു H1 ഉണ്ട്, H1 സ്ക്വയർ ആവും ആണല്ലോ, H1 സ്ക്വയർ ആവും. അപ്പോൾ ഇതിൽ നിന്ന് H1 സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? H സ്ക്വയർ ബൈ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ BB ക്യാൻസൽ ആയി പോവും, പിന്നെ വരുന്നത് H സ്ക്വയർ ആണ്, ഇത് 2 ക്യാൻസൽ ആയി പോവും, 2 2s ആണ്. ഓക്കെ, അപ്പോൾ H1 സ്ക്വയർ എന്ന് പറയുന്നത് H സ്ക്വയർ ബൈ 2 ആവും. പിന്നെ ഇതിൽ നിന്ന് H1 എന്ന് പറയുന്നത് എന്താണ്? H ബൈ റൂട്ട് 2, H ബൈ റൂട്ട് 2 ആണ് നമുക്ക് H1 കിട്ടുന്നത്. ഓക്കെ, അത് 2 ആയിട്ട് എടുക്കുക. ഇനി എന്താ ചെയ്യും? ഇനി നമുക്ക് ഈ H1 കിട്ടിയല്ലോ, ഈ H1ൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് B1 ഈക്വൽ ടു B ബൈ H ഇൻറ്റു H1 ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് B1 കിട്ടുന്നത്? B1 ഇസ് ഈക്വൽ ടു B ബൈ H ഇൻറ്റു H ബൈ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ഇവിടെ H ക്യാൻസൽ ആയി പോവും, വിച്ച് ഇസ് ഈക്വൽ ടു B ബൈ റൂട്ട് 2 ആണ് നമുക്ക് B1 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ H1ഉം കിട്ടി, അതേപോലെ B1ഉം കിട്ടി. ഇനി നമുക്ക് Y1 ബാറും Y2 ബാറിന് ഒക്കത്തില്ല, നമുക്ക് Y1 ബാർ കണ്ടുപിടിക്കാൻ നോക്കും. അതായത് ഈ പോർഷൻ്റെതാണല്ലോ Y1 ബാർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ H1ഉം B1ഉം കിട്ടിയാൽ നമുക്കിനി Y1 ബാർ കണ്ടുപിടിക്കാമല്ലോ, അതാണ്. അപ്പോൾ therefore distance of centroid, distance of centroid of compression area from plastic neutral axis Y1 bar equal to, അതായത് ഈ പോർഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പം Y1 ബാർ എന്ന് പറയുന്നത് എന്താണ്? ഈ പോർഷൻ ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് Y1 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ Y1 ബാർ എന്ന് പറയുന്നത് 1/3 ഓഫ് ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് H1, 1/3 ഓഫ് H1, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/3 ഓഫ് H1. H1 നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? H ബൈ റൂട്ട് 2, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് H ബൈ 3 റൂട്ട് 2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് Y2 ബാർ ആണ്. ഓക്കെ, Y2 ബാർ എന്ന് പറയുന്നതാണ് ഈ പോർഷനിൽ നിന്ന് കിട്ടുന്ന Y2 ബാർ. അപ്പോൾ ഈ സെക്ഷൻ വേണം കൺസിഡർ ചെയ്യാൻ. ഇതാണിപ്പോൾ ഞാൻ സെപ്പറേറ്റ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് B ആണ്, അതേപോലെ ഇതെന്താണ്? B1 ആണ്. ഓക്കെ, ഇത് B ആണ്, ഇത് B1 ആണ്, പിന്നെ ഇത് നമുക്ക് Y ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് Y ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ Y2 ബാർ. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ Y2 ബാർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ Y2 ബാർ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ലെങ്ത്ത് മൈനസ് ഈ ലെങ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മൾ Y ആയിട്ട് കൺസിഡർ ചെയ്തു. ഇതെന്താണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ട്രപ്പിസോയിഡലിൻ്റെ ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ ആയിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ട്രപ്പിസോയിഡൽ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഫോർമുല എന്താണ് വരുന്നത്? ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഫോർമുല, ഇതിപ്പം H ആണെങ്കിൽ, ഇതിപ്പോൾ H ആണ്, അതേപോലെ ഇത് A ആണ്, ഇത് B ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് B + 2A ഡിവൈഡഡ് ബൈ 3 × A + B × H. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ്, ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? Y2 ബാർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ Y മൈനസ് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അതാണ് ഇത്. അത് നമുക്ക് എഴുതാം. ഇവിടെ B എന്ന് പറയുന്നത് ഇത് B. ഓക്കെ, ഇതാണ് നമ്മുടെ B, ഇതാണ് നമ്മുടെ A. ഓക്കെ, അപ്പോൾ B മൈനസ് ഓഫ് B പ്ലസ് 2A. A എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ B1 ആണ്, B1. ഓക്കെ, B1 ഡിവൈഡഡ് ബൈ A പ്ലസ് B പ്ലസ് B1. ഓക്കെ, ഇൻറ്റു H ബൈ 3. H എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? Y ആണ്. Y അല്ല നമ്മുടെ H എന്ന് പറയുന്നത്. അപ്പോൾ Y ബൈ 3. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ Y എന്ന് പറയുന്നത്, അതായത് ഇതാണ് നമ്മൾ Y ആയിട്ട് എടുത്തത് ആണല്ലോ. ഈ Y എന്ന് പറയുന്നത് എന്താണ്? H മൈനസ് H1 ആണ് ഈ Y എന്ന് പറയുന്നത്
ആണല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. H minus H1 minus of B plus 2 into B1 നമുക്ക് കിട്ടിയത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചത് B1 വാല്യൂ B by root 2 ആണ്. ഓക്കെ, ഇൻറ്റു B by root 2 ഡിവൈഡഡ് ബൈ B പ്ലസ് B1 B by root 2 ആണ്. ഓക്കെ, ഇൻറ്റു Y എന്ന് പറയുന്നത് H minus H1 ആണ്. H minus H1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു H minus H1. H1ൻ്റെ വാല്യൂ എന്താണ്? H by root 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H minus H by root 2 മൈനസ് ഓഫ് ഇതിന് ബി പുറത്തെടുക്കുക. ഓക്കെ, ഇവിടെയും ബി കോമൺ ആണല്ലോ. ബി പുറത്തെടുക്കുക മേളിലും താഴെ. അപ്പോൾ ബി ക്യാൻസലായി പോവുമല്ലോ. അപ്പോൾ ബാക്കി വരുന്നതാണ് ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നത്. 1 പ്ലസ് 2 by root 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 by root 2. ഓക്കെ, ഇൻറ്റു ഇവിടെ H പുറത്തെടുക്കുകയാണെങ്കിൽ H മൈനസ് H ഇൻറ്റു 1 മൈനസ് H1 എന്ന് പറയുന്നത് എന്താണ്? H1 എന്ന് പറയുന്നത് H by root 2 ആണ്. അങ്ങനെയാണ് ഞാൻ H പുറത്തെടുത്തത്. ഓക്കെ, 1 മൈനസ് 1 by root 2 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ് ഒരു വാല്യൂ 0.1548H. അപ്പോൾ നമുക്ക് Y2 ബാർ കിട്ടി. ഇതാണ് Y2 ബാർ. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? Y2 ബാറാണ്. അപ്പോൾ Y1 ബാറും നമുക്ക് കിട്ടി, Y2 ബാറും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ZPയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ZPയുടെ ഫോർമുല എന്താണ്? A/2 ഇൻറ്റു Y1 ബാർ പ്ലസ് Y2 ബാർ. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു Y1 ബാർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? Y1 ബാർ നമുക്ക് കിട്ടിയത് H by 3 root 2 ആണ്. ഓക്കെ, H by 3 root 2 പ്ലസ് Y2 ബാർ എന്ന് പറയുന്നത് 0.1548H. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.09763 BH സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ ZP നമുക്ക് കിട്ടി. ഇനി ZE എന്ന് പറയുന്നത് I by Y max. I എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഐൻ്റെ വാല്യൂ എത്ര വരും? BD³ by 36 ആണ് വരുന്നത്. ഇപ്പോൾ ബേസിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ വാല്യൂ എന്ന് പറയുന്നത് BD³ by 12 വന്നേനെ. ഓക്കെ, BD³ by 12 ആണ്. ഇതിപ്പോൾ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് എന്താണ്? BD³ ഡിവൈഡഡ് ബൈ 36 ആണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ZE is equal to BD³ ഡിവൈഡഡ് ബൈ 36. ഓക്കെ, ഡിവൈഡഡ് ബൈ Y max. Y max എന്താണ്? Y max എന്ന് പറയുന്നത് ഈ ഹോൾ ഫിഗറിൻ്റെ സെൻട്രോയിഡൽ. ഇതാണ് നമ്മുടെ ഹൈറ്റ് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് H ആണല്ലോ. H എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രോയിഡ് ആകുമ്പോഴത്തേക്ക് 2/3 ഓഫ് ദ ഹൈറ്റ് ആണ് സെൻട്രോയിഡ് വരുന്നത്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, 2/3 ഓഫ് ദ ഹൈറ്റ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് H ആണ്. ഇവിടെ നമ്മൾ H ആണ് ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡീൻ്റെ അവിടെ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ആക്കുമ്പോഴാണ് നമുക്ക് ZE BH² by 24 കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ZP ZE കിട്ടിയല്ലോ. ഇനി ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് 2.343 ആണ് കിട്ടുന്നത്. ഇതാണ് ട്രയാങ്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, 2.343. അപ്പോൾ ട്രയാങ്കുലർ സെക്ഷൻ്റെ മനസ്സിലായല്ലോ എങ്ങനെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്യുന്നതെന്ന്. ഇനി ഒരു സെക്ഷനും കൂടിയുണ്ട്, അതാണ് ഡയമണ്ട് സെക്ഷൻ. ഓക്കെ, 4th വന്നാണ് ഡയമണ്ട് സെക്ഷൻ. ഇത് നമുക്ക് ഒരു ഡയമണ്ട് വരയ്ക്കാം, ഡയമണ്ട് ഷേപ്പ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസ് വരച്ചപ്പോൾ തന്നെ ഇവിടെ കാണാമല്ലോ നമുക്ക് എന്താണ്, രണ്ട് ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഇവിടെ.
ആണല്ലോ, രണ്ട് ട്രയാങ്കിൾ ആയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് ആണ് ഇവിടെ സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. ഇത് രണ്ട് ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ അവിടെയാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ സ്ട്രെസ് ഡയഗ്രാം. ഇത് FY, ഇത് FY. ഓക്കെ, ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ, അതായത് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള ഹൈറ്റ്, ഇത് ഹൈറ്റ്, ഇത് ഹൈറ്റ്. ഓക്കെ, ഇതും ഹൈറ്റ്. ടോട്ടൽ എന്താ വരും? ടോട്ടൽ 2h ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതാണ് h/3, ഇത് h/3. അതായത് നമ്മുടെ y1 ബാറും y2 ബാറും ആണ് ഇത്. ഓക്കെ, ഇതാണ് ഈ വിഡ്ത്താണ് B. ഓക്കെ ആണല്ലോ. ഇനി ഷേപ്പ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ZP എന്ന് പറയുന്നത് a/2 ഓഫ് y1 ബാർ പ്ലസ് y2 ബാർ ആണല്ലോ. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണ്. അതായത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ, ഈ ഏരിയ പ്ലസ് ഈ ഏരിയ. ഇതിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ഈ B ഇൻറ്റു H. ഓക്കെ, ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അതേപോലെ ഇതും ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അപ്പോൾ 2 പ്രാവശ്യം വരും. അത് ട്വൈസ് ആയിട്ട് കാണിക്കുക. 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു y1 ബാർ. y1 ബാർ എന്ന് പറയുന്നത് h/3 ആണ്. h/3 പ്ലസ് y2 ബാർ എന്ന് പറയുന്നതും h/3. ഓക്കെ ആണല്ലോ. ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ BH/2 ഇൻറ്റു 2h/3 കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ZP എന്ന് പറയുന്നത് ZP ഈസ് ഈക്വൽ ടു BH²/3 നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, BH²/3 കിട്ടും. ഇനി ZE കണ്ടുപിടിക്കുക. ZE എന്ന് പറയുന്നത് I/Ymax ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ എന്താ വരുന്നത്? ഇവിടെ ഇപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് എവിടെ ഉള്ള? ബേസിലാണുള്ളത്. അപ്പോൾ ബേസിൻ്റെ അനുസരിച്ച് വരുമ്പോഴത്തേക്ക് ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് BH³/12 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ ഉള്ളത് കൊണ്ട് 2 ടൈംസ് ആവും. 2 ടൈംസ് ഓഫ് BH³/12. ഓക്കെ, ഡിവൈഡഡ് ബൈ Ymax. Ymax എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രോയിഡ്, ഹാഫ് ഓഫ് ദാറ്റ്. അപ്പോൾ H ആണത്. Ymax എന്ന് പറയുന്നത് H ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വാല്യൂ എന്താണ്? BH²/6 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ. ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ZP/ZE ചെയ്യുക. ഓക്കെ, അതായത് ZP/ZE ചെയ്യുക. ഇത് 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 ആണ് ഷേപ്പ് ഫാക്ടർ കിട്ടുന്നത് ഡയമണ്ട് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഡയമണ്ട് സെക്ഷൻ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്.